കുഞ്ഞു കരഞ്ഞാലോ വാശി പിടിച്ചാലോ ഉടനെ ഫോൺ എടുത്തു നൽകുന്ന ഈ കാലത്തിന് മുൻപാണ്. പൂച്ചയോടോ കോഴിയോടോ വീട്ടിലെ മറ്റു വളർത്തുമൃഗങ്ങളോടോ മിണ്ടിയാകും അമ്മ ഊട്ടുക. മരത്തണലും തൊഴുത്തിൻ്റെയോ ആട്ടിൻകൂടിൻ്റെയോ കോഴിക്കോടിൻ്റെയോ പരിസരങ്ങൾ ഊട്ടുപുരകളായി. സ്വന്തമായി ഇതൊന്നുമില്ലാത്തവർ അയൽപക്കത്തേക്ക് നടന്നു. പേടിപ്പിച്ചും വിസ്മയിപ്പിച്ചും കഥയ്ക്കൊപ്പം അകത്തേക്ക് ആവാഹിച്ച കുഞ്ഞു ചോറുരുളകൾ. മോന്തി നേരങ്ങളിൽ പറവുകളും ജീവജാലങ്ങളും കൂടണഞ്ഞ ഇരുട്ടിൽ നിലാവിൻ്റെ തണലായിരുന്നു അത്താഴഊട്ട്. പകൽ നേരം ഭയപ്പാടും വിസ്മയങ്ങളുമായിരുന്നെങ്കിൽ രാത്രിയിലത് വാഗ്ദാനങ്ങളായിരുന്നു. അമ്പിളി മാമനെ പിടിച്ചു തരാൻ